വെൽക്കം സ്റ്റുഡൻസ്. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ 4ാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു റേറ്റ് ഇക്വേഷൻ, അതുപോലെ ഓർഡർ ഓഫ് റിയാക്ഷൻ, ദെൻ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്, ദെൻ മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് റേറ്റ്സ് ഇൻ എ കോംപ്ലക്സ് റിയാക്ഷൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ്. ഇപ്പോൾ റേറ്റ് ലോ എന്താണ്, അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. റേറ്റും മോളാർ കോൺസെൻട്രേഷനും തമ്മിലുള്ള എക്സ്പെരിമെൻ്റലി മെഷേർഡ് റിലേഷൻഷിപ്പാണ് റേറ്റ് ലോ. ഇനി അവിടെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും യൂസ് ചെയ്യും, അത് ഞാൻ പറയാം. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് മെഷേർഡ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് നമുക്ക് വേണ്ട ഇൻസ്റ്റൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലുള്ള പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കുക, സ്ലോപ്പ് എടുക്കുക. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഈസ് മോർ ഡിഫിക്കൾട്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കൺവീനിയൻറ്റ് ഓൾവേസ്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസൾട്ടായ കോൺസെൻട്രേഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈം, അതിനെയും റേറ്റ് കോൺസ്റ്റൻറ്റിനെയും ഡയറക്റ്റ് റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ തരിക. നമുക്ക് കിട്ടുന്ന എക്സ്പെരിമെൻ്റൽ റിസൾട്ടായ കോൺസെൻട്രേഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസ്, അല്ലെങ്കിൽ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്, ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ്, ഇത് രണ്ടിനെയും ഡയറക്റ്റ് റിലേറ്റ് ചെയ്യിക്കുന്ന ഇക്വേഷനാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അപ്പോൾ അതാണ് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക, അത് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ഡിഫറെൻറ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്, സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നോക്കാം. ഒരു കൺസിഡർ എ ജനറൽ റിയാക്ഷൻ R gives P. ഈ റിയാക്ഷൻ, സപ്പോസ് ദിസ് റിയാക്ഷൻ ഇസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. എന്താ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? പവർ ഓഫ് കോൺസെൻട്രേഷൻ ടൈം ഈസ് സീറോ, അല്ലെങ്കിൽ റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. അപ്പോൾ റേറ്റ്, സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനറൽ സീറോ ഓർഡർ റിയാക്ഷനാണ് ഇതെങ്കിൽ R gives P. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ലോ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമ്മൾ പഠിച്ചതാണ്. R = K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R raised to 0. കാരണം ഓർഡർ 0 ആണ്, കോൺസെൻട്രേഷൻ ടൈമിൻ്റെ പവർ 0 ആണ്. K എന്താണ്? റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇനി നമുക്കതിനെ ഇങ്ങനെ K ഇൻറ്റു R raised to 0, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു K എന്ന് എഴുതാം. R raised to 0 ഈസ് 1, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു K, റേറ്റ് കോൺസ്റ്റൻറ്റ് K. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് റേറ്റ് എക്സ്പ്രസ് ചെയ്യാനുള്ള, ഒരു ഇൻസ്റ്റൻറ്റിലുള്ള റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് യൂസ് ചെയ്യാം. അതെന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ -dr/dt. റിയാക്റ്റൻ്റ് ആയതുകൊണ്ടാണ് മൈനസ് സൈൻ വരിക, -dr/dt. ഇത് രണ്ടും റേറ്റിൻ്റെ എക്സ്പ്രഷനാണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ഈക്വേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. -dr/dt is equal to K into R raised to 0, or that is equal to K, -dr/dt is equal to K into R raised to 0, or that is equal to K, റേറ്റ് കോൺസ്റ്റൻറ്റ് K. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഈ രീതിയിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും റേറ്റ് ലോയും കൂടി കമ്പൈൻ ചെയ്ത് എക്സ്പ്രസ് ചെയ്യുന്നതിന് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയും. എന്താണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ? അതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. -dr/dt is equal to K into R raised to 0. ഇത് 0 ഓർഡർ ആയതുകൊണ്ടാണ് R raised to 0 എഴുതുക. K into R raised to 0 is equal to K. ഇനി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, ഇത് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ചേഞ്ചിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി അതുപോലെയുള്ള കുറേ സ്മോൾ ചേഞ്ചസ് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയാം. സ്മോൾ ചേഞ്ചസിനെ ആഡ് ചെയ്തിട്ടാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയാം.
അപ്പോൾ അതിനെ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്ന സിമ്പിളാണിത്. ഇതിനെ ഇൻ്റഗ്രൽ എന്ന് വായിക്കും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുൻപ് ആദ്യം ഇതിനകത്തുള്ള വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇക്വേഷൻ രണ്ട് സൈഡിലേക്ക് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം. വേരിയബിൾസ് ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഈസ് ചേഞ്ചിങ്, അതുപോലെ ടൈമും വേരിയബിളാണ്. ഇത് രണ്ടുമാണ് ഈ ഇക്വേഷനിലുള്ള വേരിയബിൾസ്. അതിനെ ഇക്വേഷൻ രണ്ട് സൈഡിലേക്ക് സെപ്പറേറ്റ് ചെയ്യുന്നു. ഡി ആർ ഈസ് ഈക്വൽ ടു, ഈ മൈനസ് സൈൻ ഇങ്ങോട്ട് എടുത്തു, മൈനസ് കെ ഇൻറ്റു ഡി ടി. ഡി ആർ ബൈ ഡി ടിക്ക് പകരം ഡി ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി. ദെൻ അപ്ലൈയിങ് ഇൻ്റഗ്രേഷൻ റൂൾസ്. ഇൻ്റഗ്രേഷനിൽ ധാരാളം റൂൾസ് ഉണ്ട്, അത് നിങ്ങൾ ഇനി പഠിക്കും, മാത്തമാറ്റിക്സിലൊക്കെ പഠിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഡി ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി. കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യില്ല, അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രേഷൻ സൈനിന് പുറത്ത് കൊടുക്കുന്നു. മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി. ദെൻ ഇൻ്റഗ്രേഷൻ റൂൾ അനുസരിച്ച് ഒരു എക്സ് എന്നൊരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഡി എക്സ്, x is a variable and integral dx is x. That is the rule of integration. Integral dx is x. ഇപ്പോൾ ഇവിടെ നമുക്കുള്ളത് എക്സിന് പകരം വേരിയബിൾ ഏതാണ്? ആർ ആണ്. സോ ഇൻ്റഗ്രൽ ഡി ആർ എന്തായിരിക്കും? ആർ. ആർ ഈസ് ദി വേരിയബിൾ. സോ ഇൻ്റഗ്രൽ ഡി ആർ ഈസ് ആർ ഇറ്റ് സെൽഫ്, കോൺസെൻട്രേഷൻ ഓഫ് ആർ. അതുപോലെ അങ്ങനെയാകുമ്പോൾ ഇൻ്റഗ്രൽ ഡി ടി എന്ത് വരും? ഇവിടെ ടി ആണ് വേരിയബിൾ. സോ ഇൻ്റഗ്രൽ ഡി ടി ഈസ് ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഐ. നമ്മളെപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താലും അതിൻ്റെ കൂടെ ഒരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യും, ഐ. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കാണുന്നത് വെൻ ടി ഈക്വൽ ടു 0, അതായത് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്. അപ്പോൾ 0 ടൈമിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? നമ്മൾ ആദ്യം എടുക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ടേക്ക് ഇറ്റ് ആസ് R0. ടൈം 0 ആയിരിക്കുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇനീഷ്യൽ കോൺസെൻട്രേഷനാണ്, ദാറ്റ് ഈസ് R0. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വെൻ ടി ഈക്വൽ ടു 0, ആർ ഈസ് R0. സോ R0 ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി 0 ആണ്, കെ ഇൻറ്റു 0 പ്ലസ് ഐ. അപ്പോൾ ഐ ഈക്വൽ ടു എന്ത് വരും? ഈ ടേം 0 ആവും. സോ ഐ ഈക്വൽ ടു R0. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഐ ഈസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് R0. ഐക്ക് പകരം R0 കിട്ടും. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് റേറ്റ് കോൺസ്റ്റൻറ്റിനും കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ഇതിൽ നിന്നും കെ ടി ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? കെ ടി ഈസ് ഈക്വൽ ടു R0 മൈനസ് ആർ. ഈ ആറിനെ ഈ സൈഡിലേക്ക് എടുത്തപ്പോൾ അത് മൈനസ് ആയി, R0 മൈനസ് ആർ. സോ കെ ടി ഈസ് ഈക്വൽ ടു R0 മൈനസ് ആർ. ഓർ കെ ഈസ് ഈക്വൽ ടു എന്ത് വരും? R0 മൈനസ് ആർ ഡിവൈഡഡ് ബൈ ടി. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ റിലേറ്റിംഗ് റേറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് കോൺസെൻട്രേഷൻസ് അറ്റ് എ ടൈം. ഒരു ടൈമിലുള്ള കോൺസെൻട്രേഷനെയും റേറ്റ് കോൺസ്റ്റൻറ്റിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഫോർ എ 0 ഓർഡർ റിയാക്ഷൻ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ 0 ഓർഡർ റിയാക്ഷൻ. ഇവിടെ R0 എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ആർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ അറ്റ് ടൈം ടി. നമ്മൾ റിയാക്ഷൻ തുടങ്ങി ഏത് ടൈമിലാണോ ഇവിടെ റേറ്റ് മെഷർ ചെയ്യുന്നത് ആ സമയത്തുള്ള റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ്, ബാക്കിയുള്ള കോൺസെൻട്രേഷനാണ് ആർ. And T is a time at which rate is measured. So that is the integrated rate equation for a 0 order reaction. ഇനി ഇതിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 2 നോക്കുക. കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് R0. ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു ദി ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷന് സിമിലർ ആണിത്. എന്താണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ? എന്താ? y ഈക്വൽ ടു mx പ്ലസ് c, വേർ എക്സ് ആൻഡ് വൈ ആർ വേരിയബിൾസ്. എക്സും വൈയും വേരിയബിൾസ് ആണ്. അപ്പോൾ എക്സും വൈയും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതിൻ്റെ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് ഈക്വൽ ടു എന്തായിരിക്കും? സ്ലോപ്പ് ഈക്വൽ ടു
slope equal to m, and intercept, അതിൻ്റെ ഇൻ്റർസെപ്റ്റ് സിക്ക് ഈക്വൽ ആയിരിക്കും. ഇൻ്റർസെപ്റ്റിനാണ് സി എന്ന് പറയുക. ഇതാണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഈ ഇക്വേഷന് സിമിലറാണ് നമുക്കിവിടെ കിട്ടിയ ഈക്വേഷൻ. വൈക്ക് പകരം എന്തെടുക്കാം? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എക്സ് ഈസ് ടി. അപ്പം ആറിന് അഗെയിൻസ്റ്റ് ടി പ്ലോട്ട് ചെയ്യുക. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും ടൈമും പ്ലോട്ട് ചെയ്യാം. സോ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഗ്രാഫ് എങ്ങനെയായിരിക്കും? ടൈം പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞാണ് വരിക. ഇപ്പോൾ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്, അത് താഴേക്കാണ് വരിക. അപ്പം ടൈം 0 ആയിരിക്കുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ R0, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനി അതിങ്ങനെ ടൈം പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. അപ്പോൾ നമുക്ക് ഏത് ടൈമിലാണോ റേറ്റ് മെഷർ ചെയ്യേണ്ടത് അവിടെയുള്ള സ്ലോപ്പ് ഏത് ടൈമിലാണോ നോക്കുക, അതിൻ്റെ സ്ലോപ്പ് എടുക്കുക. ആ സ്ലോപ്പ് എന്തായിരിക്കും? ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എം ആണ്. അപ്പോൾ എന്താണ് എം എക്സ് എന്ന് പറയുമ്പോൾ -k സ്ലോപ്പ്. ഇനി സി ഇൻ്റർസെപ്റ്റ് കറസ്പോണ്ട്സ് ടു R0. ഇൻ്റർസെപ്റ്റ് R0ക്ക് കറസ്പോണ്ടിങ് ആണ്. -k സ്ലോപ്പ് ആൻഡ് ഇൻ്റർസെപ്റ്റ് ഈസ് R0. ദിസ് ഈസ് ദി ഇൻ്റർസെപ്റ്റ് R0 ആൻഡ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -k. ഇങ്ങനെയാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണിത്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ടൈം. വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു -k ആൻഡ് ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു R0. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ജസ്റ്റ് പറയാം. ഫോർ ദി ജനറൽ റിയാക്ഷൻ R gives P, that is a zero order reaction. If it is a zero order reaction, R is equal to K into R raised to 0 or R equal to -dr by dt. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷൻ -dr by dt is equal to K. That is ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഇനി അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക. dr is equal to -k into dt. ഇനി ഇൻ്റഗ്രൽ സിമ്പിൾ കൊടുക്കുന്നു. then integral dr is equal to -k into integral dt. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ dx is x. If x is a variable, integral dx is x. So integral dr is r and integral dt is t, where time is the variable t. So integral dt is t. So -k into t plus I is integration constant. ഇനി ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കാണാൻ സ്റ്റാർട്ടിങ്ങിൽ t ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് R0 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? R0 is equal to -k into 0 plus I or I equal to R0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R is equal to -kt plus R0 or kt is equal to R0 minus R or k is equal to R0 minus R divided by t. ഇനി സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് നോക്കാം. സീറോ ഓർഡർ റിയാക്ഷൻ അത്രയ്ക്ക് കോമൺ ആയിട്ടുള്ളതല്ല. ചില സ്പെഷ്യൽ കണ്ടീഷൻസിൽ, അതായത് എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസിൽ, അതുപോലെ റിയാക്ഷൻസ് ഓൺ മെറ്റൽ സർഫസ്, ഇതിലൊക്കെയാണ് സീറോ ഓർഡർ റിയാക്ഷൻ പോസിബിൾ ആവുക. ഒരു എക്സാമ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ ഹോട്ട് പ്ലാറ്റിനം സർഫസ് അറ്റ് ഹൈ പ്രഷർ. ദാറ്റ് ഇസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. ഇപ്പോൾ പ്ലാറ്റിനം സർഫസിൽ 1113 കെൽവിനിൽ അമോണിയ ഡീകമ്പോസ് ചെയ്യുന്നു അണ്ടർ ഹൈ പ്രഷർ. ദാറ്റ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. ഇവിടെ ഇതൊരു സീറോ ഓർഡർ റിയാക്ഷനാണ്. റേറ്റ് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. R is equal to K into concentration of NH3 raised to 0. NH3 raised to 0. അപ്പോൾ റേറ്റ് അമോണിയയുടെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇത് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആവുന്നത്? മെറ്റൽ സർഫസിലാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ മെറ്റൽ സർഫസ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ സർഫസിലേക്ക് ഹൈ പ്രഷറിൽ അമോണിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ മോളിക്യൂൾസ് ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി സർഫസ് ഓഫ് മെറ്റൽ ഓർ ഇറ്റ് ഈസ് സർഫസ് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, എക്സസ് കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ റേറ്റ് അതിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇവിടെ സർഫസിൽ അമോണിയ കൊണ്ട് സാച്ചുറേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ എക്സസ് ഓഫ് അമോണിയ സർഫസിൽ വരുന്നു, then the rate is independent of concentration of ammonia. So that is a zero order reaction.
Rate is independent of concentration of ammonia when it is under high pressure on metal surface. Another example is thermal decomposition of HI on gold surface. Gold metal surface HI decompose ചെയ്യുന്നു. Integrated rate equation for a first order reaction. നമ്മൾ സീറോ ഓർഡറിൻ്റെ ഡെറൈവ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം. നോക്കുക, എ ജനറൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആർ ഗീവ്സ് പി. ഇപ്പോൾ ഇവിടെ ഓർഡർ 1 ആണെങ്കിൽ റേറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ. ഇതിൻ്റെ പവർ 1 ആണ്. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ത് വരും? ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ബൈ ഡി ടി. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എഴുതാം. മൈനസ് ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ. ദാറ്റ് ഇസ് എ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം. കോൺസെൻട്രേഷൻ ടേംസ് ഒരു സൈഡിലും ടൈം ഓപ്പോസിറ്റ് സൈഡിലും കൊടുക്കാം. സോ ഡി ആർ ബൈ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഡി ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി. ആറും ടിയുമാണ് ഇതിനകത്തുള്ള വേരിയബിൾസ്. ഡി ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി. ഇനി നമുക്ക് ഈ ഇക്വേഷന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേഷന് ഉപയോഗിക്കുന്ന ഒരു റൂളുണ്ട് ഇവിടെ. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. എക്സ് ഒരു വേരിയബിൾ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു എൽ എൻ എക്സ് ആണ്. ഇൻ്റഗ്രേഷൻ റൂളാണത്. എൽ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതമാണ്. സോ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഈസ് എൽ എൻ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഡി ആർ ബൈ ആർ ഈക്വൽ ടു എന്തെഴുതും? ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രേഷൻ സൈഡിന് പുറത്തിട്ടു ഇൻ്റഗ്രൽ ഡി ടി. മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഈസ് എൽ എൻ എക്സ്. അങ്ങനെയാകുമ്പോൾ ഇൻ്റഗ്രൽ ഡി ആർ ബൈ ആർ എന്ത് വരും? എൽ എൻ ആർ. ഇൻ്റഗ്രൽ ഡി ആർ ബൈ ആർ ഈസ് എൽ എൻ ആർ. മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി ഈസ് ടി. മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഐ. ഇനി ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? കഴിഞ്ഞ പ്രാവശ്യം സീറോ ഓർഡറിൽ ചെയ്ത പോലെ തന്നെ വെൻ ടി ഈക്വൽ ടു 0 റിയാക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് ടി ഈക്വൽ ടു 0 വാട്ട് ഈസ് ദി റിയാക്റ്റൻറ്റ് കോൺസെൻട്രേഷൻ? ആർ ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? എൽ എൻ ആർ ഈസ് ആറിന് പകരം R0 എഴുതാം. എൽ എൻ R0 ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് ഐ. സോ വാട്ട് ഈസ് ഐ? ഐ ഈക്വൽ ടു എൽ എൻ R0. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഇൻ ഇക്വേഷൻ 1. എൽ എൻ ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് എൽ എൻ R0. അതിൽ നിന്നും കെ ടി റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കെ ടി എടുക്കുക. കെ ടി ഈസ് ഈക്വൽ ടു എൽ എൻ R0 മൈനസ് എൽ എൻ ആർ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, എൽ എൻ R0 ബൈ ആർ എന്ന് എഴുതാം. സോ കെ ടി ഈസ് ഈക്വൽ ടു എൽ എൻ R0 ബൈ ആർ. അല്ലെങ്കിൽ കെ ഈക്വൽ ടു എന്തെഴുതാം? കെ ഈക്വൽ ടു 1 ബൈ ടി ഇൻറ്റു എൽ എൻ R0 ബൈ ആർ. ഇതാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. കെ ഈസ് ഈക്വൽ ടു 1 ബൈ ടി ഇൻറ്റു എൽ എൻ R0 ബൈ ആർ. ഇനി എൽ എന്നെ നമുക്ക് ലോഗരിതം ടു ദി ബേസ് 10 അല്ലെങ്കിൽ ലോഗിലേക്ക് മാറ്റണം. അതിനുള്ള റിലേഷൻ എന്താണ്? എൽ എൻ ഈക്വൽ ടു 2.303 ലോഗാണ്. ഇപ്പോൾ ലോഗിലേക്ക് മാറ്റാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? കെ ഈസ് ഈക്വൽ ടു 2.303. എൽ എന്നിന് പകരം 2.303 ലോഗ് ഇട്ടു. അപ്പോൾ 2.303 by t into log R0 by R. This is the integrated rate equation for a first order reaction. This is very important reaction. ഇതെല്ലാവരും പഠിച്ചു വെക്കണം ഈ ഇക്വേഷൻ. Integrated rate equation for a first order reaction. ഈ റിയാക്ഷൻ ഇതിപ്പോൾ ഒരു ടൈമിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷനാണ്. ഇനി ഒരു ടൈം ഇൻ്റർവെല്ലിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റും കോൺസെൻട്രേഷനും എങ്ങനെ റിലേറ്റ് ചെയ്യും? അതിന് when t equal to at t1 time concentration of reactant is R1. So we can substitute in equation number 2. 2 will substitute ചെയ്താൽ എന്ത് വരും? ln R ന് പകരം R1 എഴുതാം. ln R1 is equal to minus k T1 plus ln R0. R0 is initial concentration.
ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. അതുപോലെ അറ്റ് എ ഗ്രേറ്റർ ടൈം T2 റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ R2 ആണ്. ദെൻ ഇക്വേഷൻ എന്ത് വരും? ln R2 is equal to minus K T2 plus ln R0. ഇക്വേഷൻ നമ്പർ 4. ഇനി അതിൻ്റെ ഡിഫറൻസ് 3 minus 4 എടുത്തു കഴിഞ്ഞാൽ ln R1 minus ln R2 equal to minus K T1 minus K T2. ln R0 രണ്ടിലും ഉള്ളതാണ്, അത് ക്യാൻസൽഡ് ആവും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക. ഇനി ln R1 മൈനസ് ln R2നെ എന്തെഴുതാം? ln R1 by R2. ഇനി മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ ഈ ടൈം ആദ്യം എഴുതുക. K ഇൻറ്റു, രണ്ടിലും K ഉണ്ട്, അത് പുറത്തെടുക്കുക. K ഇൻറ്റു T2 മൈനസ് T1. അതിൽ നിന്നും റേറ്റ് കോൺസ്റ്റൻ്റ് എടുത്താൽ എന്ത് വരും? K is equal to 1 by T2 മൈനസ് T1 ഇൻറ്റു ln R1 by R2. ഇനി lnനെ ലോഗിലേക്ക് മാറ്റിയാൽ 2.303 ലോഗ് ഇടുക. സോ 2.303 ബൈ T2 മൈനസ് T1 ഇൻറ്റു ലോഗ് R1 ബൈ R2. ഇതൊരു ടൈം ഇൻ്റർവെല്ലിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ R1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷനാണ്, ഫസ്റ്റ് ടൈമിലുള്ള കോൺസെൻട്രേഷനാണ് R1. ഇനി R2 എന്താണ്? ഫൈനൽ കോൺസെൻട്രേഷൻ അറ്റ് ടൈം T2. അപ്പോൾ അതാണ് ഒരു ടൈം ഇൻ്റർവെല്ലിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റും കോൺസെൻട്രേഷൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി നമ്മൾ സീറോ ഓർഡറിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് പോസിബിളാണ്. അപ്പോൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുക? ഇക്വേഷൻ നമ്പർ 2 ln R is equal to minus KT plus ln R0. This equation is similar to the equation of straight line y equal to mx plus c. അതിൽ എക്സും വൈയും എന്താണ്? എക്സ് ടിയും വൈ ആറും എടുക്കുക. വെൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ടൈം വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് കെ and intercept is equal to ln R0. When ln R is plotted against t, we get a straight line graph with slope equal to minus k and intercept equal to ln R0. അതിൽ നിന്ന് നമുക്ക് സ്ലോപ്പും ഇൻ്റർസെപ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ഈ ഇക്വേഷനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. k is equal to 1 by t into ln R0 by R. ഇതിൽ നിന്നും ln R0 by R എടുത്താൽ എന്ത് വരും? ln R0 by R is equal to KT വരും. ln എന്ന് പറഞ്ഞാൽ എന്താണ്? 2.303 ലോഗ്. അപ്പോൾ ലോഗ് R0 by R is equal to KT by 2.303. So log R0 by R is plotted against time. We get a straight line with a slope equal to K by 2.303. ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഹൈഡ്രോജനേഷൻ ഓഫ് എത്തീൻ C2H4 ഹൈഡ്രോജനേറ്റ് ചെയ്ത് ഇഥെയിനായിട്ട് മാറുന്നു C2H6. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് C2H4. That is example for first order reaction. ഇനി വേറൊന്ന് ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ റേഡിയോആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ റേഡിയം അറ്റോമിക് നമ്പർ 88 മാസ് നമ്പർ 226. അതിൽ നിന്നും ഹീലിയം മോളിക്യൂള് റിമൂവ് ചെയ്യുന്നു. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഹീലിയം മോളിക്യൂൾ, ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 മാസ് നമ്പർ 4 ആണ്. അപ്പോൾ പിന്നെ വരുന്ന പ്രോഡക്റ്റ് എന്താണ്? അറ്റോമിക് നമ്പർ 2 കുറയുമ്പം 86, that is Rn, radon, and mass number 222. 226ൽ നിന്ന് 4 കുറച്ച് 222. ഇത് ഒരു റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷനാണ്. അതുപോലെ എല്ലാ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻസും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ഇനി അതുപോലെ ഡീകമ്പോസിഷൻ ഓഫ് N2O5, N2O, ഇതൊക്കെ ഫസ്റ്റ് ഓർഡർ ഡീകമ്പോസിഷൻസാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷനിലെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? K is equal to R0 minus R divided by T. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലോ K is equal to 2.303 by T into log R0 by R.
R0 is initial concentration of reactant and R is concentration of reactant at time t. ഇതുപയോഗിച്ച് ഈ രണ്ട് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപയോഗിച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.